ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ഇത്തരത്തിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന 7 സെന്റൻസുകളെ കുറിച്ചാണ്, 7 വാചകങ്ങളെ കുറിച്ചാണ്, 7 സംസാര രീതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ കൂടെ തന്നെ പറയട്ടെ, നമ്മുടെ പിയർ സപ്പോർട്ട് സെഷൻ 1-on-1 സെഷന്റെ നമ്മളൊരു 3 വീക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേരോട് സംസാരിച്ചു. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അബ്യൂസുകളിലൂടെ കടന്നു പോകുന്ന ഡിഫറെൻ്റ് ഏജ് കാറ്റഗറിയിലുള്ളവരുമായിട്ട് സംസാരിച്ചു. ആൻഡ് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും തരത്തിൽ ഞാനുമായിട്ടുള്ള സംവാദങ്ങളിലൂടെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം നിങ്ങൾ എനിക്ക് തന്ന ഫീഡ്ബാക്ക് അത്തരത്തിലുള്ളതാണ്. അത് വളരെ എൻകറേജിങ്ങുമാണ്. ഈ സൈക്കോളജിക്കൽ അബ്യൂസ് ആണ് ഏറ്റവും വെനമസ് ആയിട്ടുള്ള, ഏറ്റവും ഇൻസിഡിയസ് ആയിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള, വന്യമായിട്ടുള്ള അബ്യൂസ് എന്ന് പറയുന്നത്. ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കൈ ഓങ്ങേണ്ട കാര്യമില്ല. അവർക്ക് വാ തുറന്നാൽ മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ വാക്കുകളാണ് നാർസിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അവർ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകളും വാചകങ്ങളും പ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറിന്റെ നെർവസ് സിസ്റ്റത്തെ തന്നെ ഹാക്ക് ചെയ്യും. നിങ്ങളുടെ റിയാലിറ്റിയെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കും. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തെറ്റാണെന്ന് വരുത്തി തീർക്കും. എന്നിട്ട് നിങ്ങളെ എപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഇത്തരത്തിലുള്ള നാർസിസ്റ്റുകളുടെ 7 സെന്റൻസുകളാണ്, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള 7 സെന്റൻസുകളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ 7 സെന്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇതിന്റെ സൈക്കോളജിക്കൽ സയൻസ് എന്താണ്, ഏത് രീതിയിലാണ് ഇത് നിങ്ങളുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്നത്, നിങ്ങളെ ഇവർക്ക് വഴങ്ങുന്ന രീതിയിൽ ആക്കി തീർക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. ഒന്നാമത്തെ ഇവർ പറയുന്ന കാര്യം, നീ ഇതെല്ലാം ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്, നീ ആലോചിച്ച് കൂട്ടുന്നതാണ് ഇതൊക്കെ. അത് നീ അങ്ങേയറ്റം സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്, അങ്ങേയറ്റം തൊട്ടാവാടി ആയതുകൊണ്ടാണ്, ദുർബലയായതുകൊണ്ടാണ്. ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്നാൽ ഏറ്റവും അപകടം പിടിച്ച നാർസിസ്റ്റിന്റെ പ്ലേ ബുക്കിലെ ടാക്ടിക് ആണ് ഈ ടാക്ടിക്. ഇതിനെയാണ് സൈക്കോളജിയിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ നിങ്ങളുടെ സ്വന്തം മെമ്മറിയെയും നിങ്ങളുടെ റിയാലിറ്റിയെയും നിങ്ങളുടെ സ്വന്തം സാനിറ്റിയെയും ഡൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സംശയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെന്ന്, എന്നാൽ ആ റിയാലിറ്റി അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് നാർസിസ്റ്റ് പറയുമ്പോൾ, അത് ഡിനൈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ ഒരു കോഗ്നേറ്റീവ് ഡിസോണൻസ് ഉണ്ടാവും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു മെന്റൽ സ്ട്രെസ് നമ്മൾ ഇത്തരത്തിൽ ഇവർ പറയുമ്പോൾ അനുഭവിക്കുകയാണ്. കാരണം 2 കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിയാലിറ്റീസ് ആണ് ഒരേ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളത്. ആൻഡ് നമുക്ക് കൺഫ്യൂഷനും ഉണ്ട് ഇതിൽ ഏതാണ് ശരി എന്നുള്ളത്. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന നല്ലൊരു എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഹസ്ബൻഡ് തലേ ദിവസം നിങ്ങളെ ഹൈലി ഇൻസൾട്ട് ചെയ്യുന്ന, ഇമോഷണലി ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങളത് പിറ്റേ ദിവസം ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. നിങ്ങൾ ഇയാളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് തലേ ദിവസം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, ഇത്തരത്തിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി നേരെ നിങ്ങളുടെ ബ്ലേറ്റന്റ് ആയിട്ട് പറയുകയാണ്, എപ്പോ പറഞ്ഞു, എന്ത് പറഞ്ഞു, നീ എപ്പോഴും ഇങ്ങനെയാണ്, അനാവശ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും ഇതുപോലെ ആലോചിച്ച് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും തുടങ്ങുക, എന്തെങ്കിലും ഇതുപോലെ അടി ഉണ്ടാക്കുക. അതാണ് നീ എപ്പോഴും ഇങ്ങനെയാണ്, നീ എപ്പോഴും എന്തെങ്കിലും ഇതുപോലെ സ്റ്റോറി കൊണ്ടുവന്നിട്ട് ഇതുപോലെ അനാവശ്യമായിട്ട് എന്നെ ഇങ്ങനെ ബോധർ ചെയ്യുക. എന്തിനാണ് ഇതിന്റെ ആവശ്യം? നിനക്കെന്തോ കാര്യമായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടോ? ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ നീ ഉടനെ തന്നെ പോയി കാണണം. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ പറയുമ്പോൾ, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ നമുക്ക് തന്നെ തോന്നും, നമ്മുടെ ഓൺ മെമ്മറിയെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറപ്പെടും. പതുക്കെ ഈ നാർസിസ്റ്റ് നമുക്ക് റിയാലിറ്റി പറഞ്ഞു തരുന്ന രീതിയിലേക്ക് നമ്മൾ അവരോട് സത്യം ചെന്ന് ചോദിക്കുന്നത്, ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന രീതിയിലായിപ്പോവും. കാരണം ഇവർ നമ്മളെ ബാക്കിയുള്ളവരിൽ നിന്നുള്ള ഐസൊലേറ്റ് ചെയ്ത് ഇവരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും റിയാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഈ നാർസിസ്റ്റിന്റെ അടുത്തായിരിക്കും പോകുന്നത്. അപ്പോൾ നാർസിസ്റ്റിന് പൂർണ്ണമായിട്ടും നിങ്ങളുടെ റിയാലിറ്റിയിൽ ഒരു കൺട്രോൾ ഉണ്ടാവുകയും അയാളുടെ ഫാൾസ് ആയിട്ടുള്ള റിയാലിറ്റി നിങ്ങളുടെ റിയാലിറ്റിയാക്കി മാറ്റാൻ അവർക്ക് ഇവിടെ കഴിയുകയും ചെയ്യും. രണ്ടാമത്തെ ഡയലോഗ്, ഞാൻ എല്ലാം നിനക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടും എല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടും ഇങ്ങനെയാണോ നീ എന്നോട് കാണിക്കുന്നത്? ഇത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നാർസിസ്റ്റിന്റെ ഗിൽറ്റ് ട്രിപ്പിംഗ് ടാക്ടിക് ആണ്. ഇത് വളരെ കോമൺ ആയിട്ട് നമുക്ക് ചുറ്റും നമ്മുടെ കൾച്ചറിൽ സ്ഥിരമായി കാണുന്ന ടാക്ടിക്കും കൂടിയാണ്. ഈ ടാക്ടിക് എന്ന് പറയുന്നത് FOG എന്ന് പറയുന്ന ഫോഗ് എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഫോഗില് F എന്ന് പറയുന്നത് ഫിയർ ആണ്, O എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ആണ്,
ജി എന്ന് പറയുന്നത് ഗിൽറ്റാണ്. നിങ്ങളിൽ പേടിയും കുറ്റബോധവും ജനിപ്പിച്ചുകൊണ്ട് നാർസിസ്റ്റുകൾക്ക് എപ്പോഴും വിധേയപ്പെട്ട് നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ടാക്ടിക് നിരന്തരം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ എപ്പോഴും അവർക്ക് ബാധ്യതപ്പെട്ടിരിക്കുന്നെന്നും ബാധ്യതപ്പെട്ടിരിക്കുന്നവരാണെന്നും ഉള്ള ഒരു കാര്യം സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ മൈൻഡിൽ ഇവർ ക്രിയേറ്റ് ചെയ്തെടുക്കും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ബൗണ്ടറി ഇവർക്കിടയിൽ വെച്ച് കഴിഞ്ഞാൽ, നാർസിസ്റ്റിക് മദർ ആയിക്കോട്ടെ, നാർസിസ്റ്റിക് ഫാദർ ആയിക്കോട്ടെ, നാർസിസ്റ്റിക് പാർട്ണർ ആയിക്കോട്ടെ, ഇവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാൻ എൻ്റെ യൗവനവും എല്ലാം നിനക്ക് വേണ്ടി തന്നു, ഞാൻ എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിച്ചു, എന്നിട്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു അകൽച്ച വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നി, ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ സാധിച്ചു, ഞാൻ രാവില്ലാതെ പകലില്ലാതെ നിനക്ക് വേണ്ടി അധ്വാനിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടാണോ നമുക്കിടയിൽ നീ ഇങ്ങനൊരു പ്രൈവസി വെക്കുന്നത്? ഇവർ ഈ സാഹചര്യത്തിൽ ഹേർട്ട് എക്സ്പ്രസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവരുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവരവിടെ ചെയ്യുന്നത് പാസ്റ്റിലെ ഒബ്ലിഗേഷൻസ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവിടെ ഇവർക്ക് സറണ്ടർ ആക്കിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് അവരവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ ടാക്ടിക് എന്ന് പറയുന്നത് നിനക്കെന്താ അവനെ പോലെ ആയാല്, അല്ലെങ്കിൽ നിനക്കെന്താ അവളെ പോലെ ആയാല്, അവനെ കണ്ടുപിടി അല്ലെങ്കിൽ അവളെ കണ്ടുപിടി. നിങ്ങളുടെ സഹോദരങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ എക്സ് പാർട്ണർ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും സുഹൃത്തുക്കളായിക്കോട്ടെ, നാർസിസ്റ്റുകൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് ട്രയാങ്കുലേറ്റ് ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ളവരാണ്. ഇത്തരത്തിൽ മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് ട്രയാങ്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിടയിൽ, അതായത് ആ രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു റൈവൽറി ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളെ ഇൻസെക്യൂർ ആക്കി ഈ നാർസിസ്റ്റിന്റെ അപ്രൂവൽ വാങ്ങിച്ചെടുക്കാൻ ഹൈലി കോമ്പറ്റീറ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങേയറ്റം പണിയെടുത്തുകൊണ്ട് നാർസിസ്റ്റിന്റെ അപ്രൂവൽ വാങ്ങിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. ഇതിനൊരു നല്ല എക്സാമ്പിൾ ആണ് നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള മദർ ഇൻ ലോ പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് നിന്റെ സിസ്റ്റർ ഇൻ ലോയെ നോക്ക്, എത്ര മനോഹരമായിട്ടാണ് അവൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, ഹസ്ബൻഡിന്റെ കാര്യം നോക്കുന്നത്, അമ്മയുടെ കാര്യം നോക്കുന്നത്, കണ്ട് പഠിക്കുക, അതുപോലെയൊക്കെ ആവ്. ഒട്ടും കാര്യപ്രാപ്തി ഇല്ലല്ലോ നിനക്ക് ഒരു കാര്യത്തിനും. ഇത് നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഫിയർ സെന്ററിനെ ഡയറക്ട്ലി ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അപ്പോൾ തന്നെ നമ്മൾ പ്രിട്ടൻഡ് ആവും, അപ്പൊ തന്നെ നമ്മൾ പേടിക്കും, അപ്പൊ തന്നെ നമ്മൾ ഈ മദർ ഇൻ ലോയുടെ പ്രീതി നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് കോമ്പറ്റീറ്റീവ് ആവാൻ തുടങ്ങും അവിടെ. അപ്പോൾ നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ട്രോമ റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, അനാവശ്യമായിട്ട് അനുസരണയുള്ള ആളായിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ മദർ ഇൻ ലോയുടെ പ്രീതി പിടിച്ചു പറ്റാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള ശ്രമമായിരിക്കും പിന്നെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാലാമത്തേത്, നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ സോറി, പക്ഷേ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളിനെ മാപ്പ് പറയുക അല്ലെങ്കിൽ സോറി പറയുക എന്നുള്ളതിന്റെ ഏറ്റവും അടുത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവരൊരിക്കലും സോറി പറയില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പക്ഷെ ചില സാഹചര്യങ്ങളിൽ സോറിയുടെ അടുത്ത് വരെ ഇവരെത്തും. ഇതൊരു സോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു സോറി അല്ല, ഇതൊരു മാപ്പ് പറയലല്ല. ഇത് ബ്ലെയിം നിങ്ങളിലേക്ക് എക്സ്റ്റേണലൈസ് ചെയ്യാനുള്ള ഒരു ടാക്ടിക് ആണ്. ഒരു നാർസിസ്റ്റിന്റെ ഫ്രജൈൽ ഈഗോയ്ക്ക് ഒരിക്കലും ഷെയിം എന്ന് പറയുന്ന കാര്യം പ്രോസസ് ചെയ്യാനേ കഴിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവരുടെ ബ്രെയിൻ അത് ഷിഫ്റ്റ് ചെയ്ത്, ആ ഷെയിം ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ബ്ലെയിം കൊണ്ടുവന്ന് എത്തിക്കും. ഇതിന് ഇവർ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, നിനക്കങ്ങനെ തോന്നിയതിൽ ഹേർട്ടായാലും സോറി, പക്ഷെ നീ ഇങ്ങനെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ച് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ നിന്റെ അടുത്ത് സ്ക്രീം ചെയ്യില്ലായിരുന്നു. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ആ വാചകത്തിലെ ട്രിക്ക്? അവര് വളരെ തന്ത്രപരമായിട്ട് അവര് ചെയ്ത അബ്യൂസിനല്ല അവർ സോറി പറയുന്നത്, നിങ്ങൾ അതിന്റെ കൊടുത്ത റിയാക്ഷനാണ് അവർ സോറി പറയുന്നത്. എന്തിനാണ് സോറി പറയുന്നത്? ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ആയിരുന്നു അവിടുത്തെ പ്രശ്നം, അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്നുള്ള രീതിയിൽ ബ്ലേറ്റന്റ് ആയിട്ട് അവർ ചെയ്ത പ്രശ്നത്തെ തിരിച്ച് നിങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിട്ടുകയാണ് അവരവിടെ ചെയ്തത്. അഞ്ചാമത്തേത്, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, നീ കുടുംബത്തിന്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കുകയാണ്. ഇവിടെ നാർസിസ്റ്റുകൾ ചെയ്യുന്നത് നിങ്ങളിലെ പബ്ലിക് ഷെയ്മിങ് എന്ന് പറയുന്ന ഫിയറിനെ ട്രിഗർ ചെയ്തുകൊണ്ട് ഇവരിലേക്ക് വിധേയത്വം തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതിനൊരു നല്ല ഉദാഹരണമാണ് നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് ട്രിഗർ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൾച്ചറലി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഈ ഒരു കാര്യത്തെ പേടിക്കുന്നവരാണല്ലോ. ആൾക്കാരെന്ത് പറയും, അവരെന്ത് പറയും, അവരുടെ മുന്നിലെ നമ്മുടെ ഇമേജ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ നാർസിസ്റ്റ് അപ്രൂവ് ചെയ്യാത്ത ജോലി നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈനലി നിങ്ങൾ ഈ നാർസിസ്റ്റിന്റെ ഡിവോഴ്സ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പോകുമെന്ന് തീരുമാനം ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉടനെ ഇറക്കുന്ന ടാക്ടിക് എന്ന് പറയുന്നത് ഫാക്ച്വലായിട്ട് നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും ആയിരിക്കില്ല. അവർ പറയുക നാട്ടുകാരുടെ മുമ്പിൽ, അവരുടെ മുന്നിൽ നമ്മുടെ ഇമേജ് എന്തായിരിക്കും, നമ്മുടെ കുടുംബത്തിനെ പറ്റിയിട്ടുള്ള ഇമേജ് എന്തായി തീരുമെന്നാണ് നീ ചിന്തിക്കുന്നത്. അവരങ്ങനെ പറഞ്ഞുണ്ടാക്കും, അവരിങ്ങനെ പറഞ്ഞുണ്ടാക്കും. വീണ്ടും ഇവരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫേക്ക് ആയിട്ടുള്ള നാടകം കളിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കിടക്കണം എന്നുള്ള രീതിയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇടുകയാണ് ഇവർ ബേസിക്കലി ചെയ്യുന്ന കാര്യം. അതിനുവേണ്ടി തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത് ഈ ടാക്ടിക്കിലൂടെ. ആറാമത്തെ കാര്യം, ഞാനിതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. വേറൊരു മനുഷ്യനും നിന്നെ പോലെ ഒരാളെ ടോളറേറ്റ് ചെയ്യില്ല. ഇവിടെ ലവിങ് ആയിട്ടുള്ള ഒരു വിക്ടിമിന്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്ന നാർസിസിസ്റ്റ് നിങ്ങളിലേക്ക് തരുന്ന പ്യുവർ
വിഷമാണ് ഈ ടാക്ടിക്. ഈ ടാക്ടിക് കാരണം നമ്മളിൽ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കെയറിങ് അഡ്വൈസ് എന്നുള്ള രീതിയിൽ എപ്പോഴും നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ, നിങ്ങളുടെ സെൽഫ് വർത്തിനെ അറ്റാക്ക് ചെയ്യുന്നതിലൂടെ നാർസിസിസ്റ്റ് ശരിക്കും നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ കോൺഫിഡൻസ് അങ്ങേയറ്റം നശിപ്പിച്ച് കളയും. ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. നാർസിസിസ്റ്റ് പറയും, ഓഹ് എന്ത് പാടാണെന്നറിയും നിന്റെ കൂടെ ജീവിക്കാൻ, നീ എന്താണെന്ന് നിനക്ക് തന്നെ അറിയില്ല, ഞാൻ ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോണോണ്ട് എന്നെ പോലെയുള്ളവരോടൊപ്പം നിനക്ക് ജീവിക്കാൻ പറ്റും, അല്ലാതെ ആരാണ് നിന്നെയൊക്കെ ടോളറേറ്റ് ചെയ്യുന്നത്, സഹിച്ച് കഴിയുന്നത്, ഞാൻ സഹിച്ച് തരണേന്ന് നീ എനിക്ക് എന്തെങ്കിലും അവാർഡൊക്കെ തരണം. ഇത് ഒരുപാട് തവണ ഇവരെ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേസ് ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ഇതാണ് ശരിയെന്ന്, ഇതാണ് ആക്ച്വൽ സത്യമെന്ന്. അങ്ങനെയാണ് നമ്മളൊന്നും കഴിവില്ലാത്തവരാണെന്നും നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നും നമ്മൾ സ്വയം വിശ്വസിച്ച് പോകുന്നത് ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ. ഇതുകൊണ്ടാണ് പല നാർസിസിസ്റ്റിക് വിക്ടിംസും അൺഫോർച്ചുനേറ്റ്ലി റിലേഷൻഷിപ്പിനകത്ത് പെട്ടുപോകുന്നത്, പുറത്തു വരാൻ കഴിയാതെ. കാരണം അവരിലുള്ള ആ ഒരു അബിലിറ്റി, നമ്മളിലുള്ള അബിലിറ്റി തന്നെ ഇവർ ഇല്ലാതാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അൺലവബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെന്ന് നാർസിസിസ്റ്റിക് വിക്ടിംസ് വിചാരിക്കും. നമ്മൾ ഒട്ടും പുറത്തു പോയി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ അല്ലാതെ നമ്മൾ സർവൈവ് ചെയ്യില്ല, പുറം ലോകത്ത് സർവൈവ് ചെയ്തില്ല എന്ന് നാർസിസിസ്റ്റിക് വിക്ടിം വിചാരിക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തത് ഈ നാർസിസിസ്റ്റ് തന്നെ നമ്മളിൽ ഉണ്ടാക്കിയെടുത്താണ്. നമ്മുടെ സെൽഫ് വർത്ത് അങ്ങേയറ്റം നശിപ്പിച്ചിട്ടതുകൊണ്ടാണ്, അത് കാരണമുണ്ടായ ലേൺഡ് ഹെൽപ്ലെസ്നെസ് കാരണമാണ് നമുക്കിത് പറ്റാത്തത് എന്നുള്ളത്. ഒരു ഇമേജിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ, നാർസിസിസ്റ്റ് വാതിൽ അടച്ചുകൊണ്ടല്ല നിങ്ങളെ പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കുന്നത്, ഈ വാതിലിൽ കൂടി നിനക്ക് ഒരിക്കലും പുറത്തു പോകാൻ കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ കഴിവില്ലാത്തവരാണ് നിങ്ങളെന്ന് നിരന്തരം പറഞ്ഞ് അത് നിങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ്. ഏഴാമത്തേത്, നീ നമ്മളുടെ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നത്, നീ ഫാമിലിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിനക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ അവസാനം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുമ്പോൾ നാർസിസിസ്റ്റിന്റെ ഏറ്റവും വലിയ ഡിഫെൻസീവ് മെക്കാനിസം നാർസിസിസ്റ്റ് പുറത്തെടുക്കും. സൈക്കോളജിയിൽ ഇതിനെയാണ് ഡാർവോ എന്ന് വിളിക്കുന്നത്, DARVO, ഡിനൈ, അറ്റാക്ക്, റിവേഴ്സ് ദ വിക്ടിം ആൻഡ് ദി ഒഫൻഡർ. അതായത് ഇവിടെ അബ്യൂസറിനെ, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളിനെ എപ്പോഴൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തം എടുക്കാനായിട്ട് പറയുന്നു, നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് പറയുന്നു, അപ്പോഴൊക്കെ അബ്യൂസർ ആയിട്ടുള്ള നാർസിസിസ്റ്റ് അവർ ചെയ്ത കുറ്റം ഡിനൈ ചെയ്യുന്നു. എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ചതിന് നിങ്ങളുടെ തലയിലെല്ലാം കൊണ്ടുവന്നിടുന്നു. എന്നിട്ട് പറയും നിങ്ങളാണ് അബ്യൂസർ എന്നും അവരാണ് വിക്ടിം എന്നും. നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നാർസിസിസ്റ്റ് പറയുമ്പോൾ ഇതിന്റെ ഡൈനാമിക്സായി മാറുകയാണ്. അവിടെ ഒരു നാർസിസിസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്റെ അബ്യൂസീവ് ബിഹേവിയർ നോർമൽ ആണ്, അത് നീ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം, അതാണ് നോർമൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഇഞ്ചക്ഷൻ കുത്തിവയ്പ്പാണ് ഇവിടെ നടക്കുന്നത്. സേഫ് ആയിട്ടിരിക്കാനുള്ള നിന്റെ റൈറ്റിനല്ല പ്രാധാന്യം, ഞാൻ അബ്യൂസീവ് ആയിട്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ തുടരുന്നതാണ് ഇവിടെ നോർമൽ, അതാണ് ഇപ്പോൾ പ്രാധാന്യം. അതാണ് ഇവർ നിരന്തരം നിങ്ങളിൽ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളാണ് കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിലൂടെ 100% ബ്ലെയിം നിങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തന്ന് ആ ലോഡ് നിങ്ങളുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് നിങ്ങളോട് മാപ്പ് പറയാനായിട്ട് ഇവർ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. എന്തിന്? അവർ നിങ്ങളെ അബ്യൂസ് ചെയ്തതിന്. എങ്ങനെയാണ് ഇത് ബ്രേക്ക് ചെയ്യേണ്ടത്? അതിന്റെ പവർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഇത് നിരന്തരം കേട്ടിട്ടുള്ളവർക്ക്, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, വിക്ടിംസ് ആയിട്ടിരിക്കുന്നവർക്ക്, സർവൈവേഴ്സ് ആയിട്ടിരിക്കുന്നവർക്ക് അവരുടെ മൈൻഡ് വോയിസ് ആയിട്ടായിരിക്കും ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ അടുത്തല്ലെങ്കിൽ പോലും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫാക്ട്സ് അല്ല, ഇതെല്ലാം മാനിപ്പുലേഷൻ ആണ് എന്നുള്ളതാണ്. നാർസിസിസ്റ്റ് ഇത് ഉപയോഗിക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ടാക്ടിക് സൈക്കോളജിക്കലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ ടാക്ടിക്കുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ എപ്പോഴാണോ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നത്, അപ്പോൾ ഇവരുടെ മാനിപ്പുലേഷൻ അവസാനിക്കും. അവർ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്, നീ വളരെ ദുർബലമായിട്ടുള്ള ആളാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, നാർസിസിസ്റ്റ് അവിടെ പറയുന്നത് ഞാൻ നിന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുകയാണ് ഇവിടെ, കാരണം എനിക്ക് ഒരു രീതിയിലും ഉത്തരവാദിത്വം എടുക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് ആരും നിന്നെ ടോളറേറ്റ് ചെയ്യില്ല, നിനക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ അങ്ങേയറ്റം പേടിക്കുകയാണ് അവരുടെ ഉള്ളിൽ. അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഞാൻ അങ്ങേയറ്റം പേടിക്കുകയാണ്, നീ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നു, നിന്റെ യഥാർത്ഥ റിയൽ വർത്ത് നീ റിയലൈസ് ചെയ്യുമെന്നും നീ ഇതിന്ന് പുറത്തു പോകുമെന്നും അത് കാരണമുള്ള ഐസൊലേഷനെ പേടിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അത്തരത്തിൽ ഒബ്ജക്റ്റീവായ രീതിയിൽ നിങ്ങൾ അതിനെ തിരുത്തി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ സംരക്ഷിക്കുക, നിങ്ങളെ മൈൻഡിലോട്ട് ഇത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്. ഈ നാർസിസിസ്റ്റിന്റെ വാചകങ്ങൾക്ക് പവർ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ അവയർനെസ് ഇല്ലാതെ ഇതിൽ വിശ്വസിക്കുമ്പോഴാണ്. ഏതൊക്കെ ഇത്തരം മാനിപ്പുലേഷൻസിൽ നമ്മൾ വിശ്വസിക്കുന്നു അപ്പോഴാണ് അവർക്ക് പവർ കിട്ടുന്നത്. അതുകൊണ്ട് അവരുടെ ഇല്യൂഷൻസിൽ വിശ്വസിക്കാതിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെ ഒബ്ജക്റ്റീവായി നോക്കിക്കാണുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ഈ വാക്കുകൾ ഇന്റേണലൈസ് ചെയ്തിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നാർസിസിസ്റ്റിന്റെ ഇത്തരത്തിലുള്ള ഹിഡൻ ആയിട്ടുള്ള ലാംഗ്വേജും ട്രാപ്പുകളും ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ
മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ 1-on-1 പിയർ സപ്പോർട്ട് സെഷൻസ് ഞാൻ ഇതുപോലെ വിക്ടിംസ് ആയിട്ടുള്ളവരോട് സർവൈവേഴ്സ് ആയിട്ട് ഇരിക്കുന്നവരോട് സംവദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ്. അതിനൊരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീ ഉണ്ടായിരിക്കും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു മണിക്കൂറുള്ളൊരു സെഷനാണ്. അതിൽ നമുക്ക് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ, ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, തെറാപ്പിസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏത് തെറാപ്പിസ്റ്റിലേക്കാണ് എത്തേണ്ടത്, എത്തരത്തിലുള്ള തെറാപ്പിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, അങ്ങനെയുള്ള ഇതിൽ നമുക്ക് ഗൈഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് ഇതിൽ സംസാരിക്കുന്നത്. അല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് നമുക്കിതിൽ ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഞാൻ എൻ്റെ ഫോമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പോയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുക, നിങ്ങളുടെ റിയാലിറ്റിയിൽ പൂർണ്ണമായും വിശ്വസിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.